മഹാഭാഗവതത്തിലെ ഏറ്റവും ഇമോഷണലായ ഭാഗം ഏതാണെന്ന് ഭാഗവതത്തെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിച്ചാൽ അവർക്കൊരു ആൻസറുണ്ട്. അത് ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. അതുപോലെ മഹാഭാരതത്തിലെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഭാഗമാണ് പഞ്ചപാണ്ഡവരുടെ സ്വർഗാരോഹണം. പഞ്ചപാണ്ഡവരുടെ സ്വർഗാരോഹണമാണ് ഈ മാനാ വില്ലേജിലെ സ്വർഗാരോഹിണി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പ്രതിമകൾ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത്. ഈ വഴിയാണ് സ്വർഗാരോഹിണി. ഈ വഴിയിലൂടെയാണ് പഞ്ചപാണ്ഡവർ പോയത്. ആ പോകുന്ന വഴിയിലൊക്കെ ഓരോരുത്തർ അവരുടെ ധർമ്മവും അനീതിയും അനുസരിച്ച് അവർ വീണുകൊണ്ടേയിരുന്നു. മഹാഭാരതം പഠിപ്പിക്കുന്നത് അതാണ്. ധർമ്മം അനുസരിച്ച് ജീവിക്കുക. ധർമ്മവും അധർമ്മവും ഇത് രണ്ടും മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അവസാനം കാൽക്കുലേഷനിൽ കിട്ടുകയുള്ളൂ. ധർമ്മം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കുട്ടിയുടെ രൂപത്തിൽ പട്ടിയുടെ രൂപത്തിൽ ദേവരാജൻ, യുധിഷ്ഠിര ഭഗവാൻ, ഭീമൻ, അർജുനൻ, നകുലൻ, പാഞ്ചാലി, പിന്നെ വളരെ സുന്ദരമായൊരു ദൃശ്യം. മാനാ വില്ലേജിലാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് സരസ്വതി നദിയാണ്. സരസ്വതി നദി അങ്ങ് ലാസ്റ്റിൽ കണ്ടല്ലേ, അളകനന്ദ നദിയുമായിട്ട് ചേർന്ന് സരസ്വതി നദി അവിടെ തീരുകയാണ്. പിന്നെ പ്രയാഗിൽ മാത്രമേ സരസ്വതി നമുക്ക് ദർശിക്കാൻ പറ്റുകയുള്ളൂ. മാനാ വില്ലേജ് വ്യാസഭഗവാൻ ഭാഗവതവും ഭാരതവും വേദങ്ങളൊക്കെ എഴുതിയ വില്ലേജാണിത്. സരസ്വതി നദിയാണ് വിദ്യാദേവതയായിട്ട് സരസ്വതി നദിയെ പൂജിക്കുന്നതിനുള്ള, അക്ഷരങ്ങളുടെ ദേവതയായിട്ട് സരസ്വതി നദിയെ പൂജിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എഴുതിയത് ഈ മാനാ വില്ലേജിലാണ്. ഈ മാനാ വില്ലേജ് സരസ്വതി നദിയുടെ തീരത്താണ്. ഏറ്റവും സുന്ദരമായ ദൃശ്യം.